ഓം ശാന്തി. 18/1/75. ബാബയുടെ വാണിയുടെ സാരം: साक्षात्कार मूर्त और फरिश्ता मूर्त बनने का निमंत्रण. സാക്ഷാത്കാര മൂർത്തിയും ഫരിസ്താ മൂർത്തിയും ആകുന്നതിനുള്ള ക്ഷണം. पवित्र भव और योगी भवा का अमर वरदान देने वाले सर्व आत्माओं के स्नेही परमपिता शिव बोले. पवित्र भव, യോഗി ഭവ, അമരമായ വരദാനം നൽകുന്ന സർവ ആത്മാക്കളുടെയും സ്നേഹിയായ പരമപിതാവായ ശിവബാബ തന്റെ മക്കളോട് പറയുകയാണ്: സർവ സ്നേഹി ആത്മാവുങ്കോ സ്നേഹ കാ റെസ്പോൺസ് സ്നേഹ സേ ദേ രഹേ ഹെ. എല്ലാ സ്നേഹി ആത്മാക്കൾക്കും സ്നേഹത്തിന്റെ ഉത്തരം, സ്നേഹത്തോടുകൂടിയുള്ള ഉത്തരം സ്നേഹത്തോടുകൂടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. नयनों के मोती गले के माला जो बच्चों ने बाप दादा को पहनाई है, उसको रिटर्न में ज्ञान रत्नों की माला बाप दादा दे रही है. तो നയനങ്ങളിലെ മുത്ത് എന്നുവെച്ചാൽ കണ്ണുനീർ മുത്ത്, അതേപോലെ കഴുത്തിലെ മാല, ഇത് കുട്ടികൾ ബാബ്ദാദയെ അണിയിച്ചു. ജനുവരി 18 മുരളിയാണ്. അപ്പൊ കുട്ടികൾ തന്റെ കണ്ണുനീർ തുള്ളികളിൽ നിന്നും ഉണ്ടാക്കിയ ആ മുത്തുകൾ, അതേപോലെ തന്നെ കഴുത്തിലെ മാല, സ്നേഹത്തിന്റെ മാല ബാബയ്ക്ക് ബാബ്ദാദയ്ക്ക് കുട്ടികൾ അണിയിച്ചു. ഉസ്കെ റിട്ടേൺ, അതിന് പ്രതിഫലമായി ബാബ എന്താ തിരിച്ചു ചെയ്തത്? ജ്ഞാനരത്നങ്ങളുടെ മാല ബാബ്ദാദ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. आज अमृत वेले हर एक स्नेही बच्चे का संकल्प बाप दादा के पास पहुंच गया. ഇന്ന് അമൃതവേളയിൽ ഓരോ സ്നേഹി കുട്ടികളുടെയും സങ്കല്പം ബാബ്ദാദയുടെ സമീപത്ത് അടുത്തെത്തിച്ചേർന്നു. हरेक की रूह खान, हरेक का शुभ संकल्प, हरेक का किया हुआ वायदा पहुंचा. ഓരോ കുട്ടികളുടെയും ആത്മീയ സംഭാഷണവും ഓരോ കുട്ടികളുടെയും ശുഭസങ്കല്പവും ഓരോ കുട്ടികളും ചെയ്ത പ്രതിജ്ഞകളും അല്ലെങ്കിൽ വാഗ്ദാനങ്ങളും ബാപ്ദാദയുടെ അടുത്തെത്തിച്ചേർന്നു. ഉസ് സർവ रूह खान के रेस्पॉन्स में बाप दादा स्वयं अव्यक्त में मिलने की तमन्ना कर रहे हैं. ആ കുട്ടികളുടെ എല്ലാം ആ ആത്മീയ സംഭാഷണത്തിന് പ്രതികരണമായി, ഉത്തരമായി ബാബ്ദാദ സ്വയം അവ്യക്തത്തിൽ കുട്ടികളെ കാണുന്നതിനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. കുട്ടികളെല്ലാവരും ബാബയോട് സംഭാഷണം നടത്തുന്നു. അപ്പൊ ബാബ അതിനുള്ള റിട്ടേൺ ആയിട്ട് കുട്ടികളോട് പറയുകയാണ്: എനിക്ക് എന്റെ മക്കളെ എല്ലാം അവ്യക്തത്തിൽ കാണണം, അവ്യക്തത്തിൽ മിലനം ചെയ്യണം. ആ ആഗ്രഹം ബാബ പറയുകയാണ്. ബാബാക്കോ ബച്ചെ വ്യക്തിനെ ബുലാത്തെ ഹി. ബാബയെ കുട്ടികൾ വ്യക്തത്തിലേക്ക് വിളിക്കുന്നു, സാകാരത്തിലേക്ക് വിളിക്കുന്നു. और ബാബാ ബച്ചോങ്കോ അവ്യക്ത വദനെ ബുലാ രഹേ ഹി. പക്ഷെ ബാബ എന്താ ചെയ്യുന്നത്? കുട്ടികളെ സൂക്ഷ്മ ലോകത്തിലേക്ക്, അവ്യക്ത ലോകത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവ്യക്ത വദൻ വാസി ബാപ് സമാൻ ബന്ന, യേശി ബച്ചോं के प्रति बाप की शुभ इच्छा है. ബാബ പറയുന്നു, ബാബയ്ക്ക് തന്റെ മക്കളെ കുറിച്ചിട്ടുള്ള ശുഭമായ ഒരു ഇച്ഛ, ആഗ്രഹം ഇതാണ്: കുട്ടികളെല്ലാവരും അവ്യക്ത ലോകവാസിയായി ബാബയ്ക്ക് സമാനമായി മാറണം. അവ്യക്ത ലോകത്തിലിരിക്കുന്ന ബാബയ്ക്ക് സമാനമായിട്ട് കുട്ടികൾ ഓരോരുത്തരും മാറണം. അതാണ് ബാബയുടെ ഇച്ഛ. अब बताओ कितने समय में അവ്യക്ത വദൻ പധാരേങ്കി. ബാബ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയൂ, എന്റെ കുട്ടികൾ പറയൂ,
എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവരും അവ്യക്ത ലോകത്തിലേക്ക് എത്തിച്ചേരും, സൂക്ഷ്മ ലോകത്തിലേക്ക് എത്തിച്ചേരും. അവ്യക്ത വദൻ കാ മിലൻ കിത്തനാ സുന്ദർ ഹേ ഉസ്കോ ജാൻതേ ഹോ. ഈ അവ്യക്ത ലോകത്തിൽ വെച്ചിട്ടുള്ള ഈ മിലനമുണ്ടല്ലോ, എത്ര സുന്ദരമാണ്. അതിനെക്കുറിച്ച് കുട്ടികൾക്കറിയുമോ? ബാപ്ദാദാ ഭി ബച്ചോं के सिवाय वापस घर नहीं जा सकते. കുട്ടികളില്ലാതെ ബാപ്ദാദയ്ക്കും സൂക്ഷ്മ ലോകത്തിൽ നിന്നും പരംധാമത്തിലേക്ക് തിരിച്ചു പോകുവാൻ സാധിക്കില്ല. घर जाने से पहले അവ്യക്ത ഫരിസ്തോं की महफिल അവ്യക്ത വദൻ में होती है. തിരിച്ചു വീട്ടിലേക്ക് പരംധാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവ്യക്ത ഫരിസ്തകളുടെ ഒരു സഭ അവ്യക്ത ലോകത്തിൽ, സൂക്ഷ്മ ലോകത്തിൽ ഉണ്ടാകണം. उस महफिल में बाप दादा सब स्नेही बच्चों का आह्वान कर रहे हैं. ആ സഭയിലേക്ക് ബാപ് ദാദ തന്റെ എല്ലാ സ്നേഹികളായിട്ടുള്ള കുട്ടികളെയും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. बच्चे बाप का पुरानी दुनिया में आह्वान करते व बुलाते हैं. കുട്ടികളാണെങ്കിലോ ബാബയെ ഈ പഴയ ലോകത്തിലേക്കാണ് വിളിച്ചു വരുത്തുന്നത്. लेकिन बाबा आप बच्चों को फरिश्तों की दुनिया में बुला रहे हैं. പക്ഷെ ബാബ എന്താ ചെയ്യുന്നത്? നിങ്ങൾ കുട്ടികളെ ഈ പഴയ ലോകത്തിൽ നിന്നും ഫരിസ്തകളുടെ ലോകത്തിലേക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ജഹാം സേ സാത് സാത് രൂഹോं की दुनिया में चलेंगे. എന്നിട്ടോ സൂക്ഷ്മ ലോകത്തിൽ നിന്നും ഒപ്പം എല്ലാവരും കൂടി ചേർന്ന്, ബാബയും മക്കളും എല്ലാവരും കൂടി ചേർന്ന് ആത്മാക്കളുടെ ലോകത്തിലേക്ക് തിരിച്ചു പോകും, പരംധാമത്തിലേക്ക് തിരിച്ചു പോകും. ഇത് അലൗകിക് അവ്യക്ത നിമന്ത്രൺ ഭാത്താഹി. ബാബ ചോദിക്കുന്നു, ഈ അലൗകികമായിട്ടുള്ള അവ്യക്തമായിട്ടുള്ള ക്ഷണം കുട്ടികൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ, ഫീൽ ചെയ്യുന്നുണ്ടോ, കുട്ടികൾക്ക് ഇഷ്ടമാണോ? अगर भाता है तो क्या व्यक्त जन्म व्यक्त भाव भूलना नहीं आता है. അഥവാ ബാബയുടെ ഈ ക്ഷണം കുട്ടികൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നെങ്കിൽ, കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ, ബാബ ചോദിക്കുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഈ വ്യക്തജന്മത്തെ, മീൻസ് ദേഹബോധത്തിലെ ഈ ജന്മത്തെ, വ്യക്തഭാവത്തെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കാത്തത്? बाप समान निरंतर फरिश्ता बनना नहीं आता. ബാബ ചോദിക്കുന്നു, ബാബയെ പോലെ നിരന്തരം ഫരിസ്തയാകുവാൻ നിങ്ങൾക്ക് അറിയില്ലേ? एक सेकंड का संकल्प निरंतर दृढ़ करना नहीं आता. ഒരു സെക്കൻഡിന്റെ സങ്കല്പം നിരന്തരം ദൃഢമാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? ബന്നാ ഹി ഹേ ആനാ ഹി ഹേ ऐसे सेकंड के संकल्प की टिकറ്റ് लेनी नहीं आती है. എനിക്കായി തീരുക തന്നെ വേണം. ബാബയുടെ ക്ഷണം അനുസരിച്ച് എനിക്ക് അവ്യക്ത ലോകത്തിലേക്ക് പോവുക തന്നെ വേണം. ഇങ്ങനെ സെക്കൻഡിലെ സങ്കല്പത്തിന്റെ ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾക്കറിയില്ലേ? क्या शक्ति रूपी खजाना होते हुए भी यह टिकट रिजर्व नहीं करा सकते. ബാബ ചോദിക്കുന്നു, ഇത്രയും ശക്തികളാകുന്ന ഖജനാവുകൾ ഉണ്ടായിട്ട് പോലും ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ സാധിക്കില്ലേ? विश्व के सर्व आत्माओं को नसर से निकाल कर उन्हें भी अपने साथ मुक्ति, जीवन मुक्ति रूपी वर्षा बाप से नहीं दिला सकते हो. ബാബ വീണ്ടും ചോദിക്കുകയാണ്, ഈ വിശ്വത്തിലെ സർവ്വ ആത്മാക്കളെയും ദൃഷ്ടിയിൽ കൂടി സായുജ്യം നൽകി അവരെയും തന്നോടൊപ്പം മുക്തിയിലേക്ക്, അതായത് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് ബാബയിൽ നിന്നും വാങ്ങിക്കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? ബാപ്കെ യാ അപ്നെ ഭക്തോं को भड़कने से जल्दी छुड़ाने का शुभ संकल्प തീവ്ര രൂപ സെ ഉത്പന്ന ഹോത്താ ഹെ. വീണ്ടും ബാബ ചോദിക്കുന്നു, ബാബയുടെയും അതേപോലെ കുട്ടികളുടെയും ഭക്തരെ ഈ അലഞ്ഞു തിരിയുന്നതിൽ നിന്നും എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുന്നതിനുള്ള
ശുഭസങ്കല്പം തീവ്രഗതിയിൽ, തീവ്ര രൂപത്തിൽ നിങ്ങളിൽ ഉണ്ടാകുന്നില്ലേ? റഹംദിൽ ബാബാക്കെ ബച്ചേ ഹോ, കുട്ടികൾ ദയാഹൃദയനായ ബാബയുടെ മക്കളാണ്. ദുഃഖ അശാന്തി में तड़पती हुई आत्माओं को देखते हुए सहन कर सकते हो? ഓ ദയാസാഗരമായിട്ടുള്ള ബാബയുടെ മക്കൾ, ഈ ദുഃഖത്തിലും അശാന്തിയിലും ഇത്രയും വ്യാകുലപ്പെടുന്ന, അലഞ്ഞു തിരിയുന്ന, കഷ്ടപ്പെടുന്ന ആത്മാക്കളെ കണ്ടിട്ടും നിങ്ങൾക്കത് സഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ക്യാ രഹം നഹിയാത്ത, നിങ്ങൾക്കെന്താ ദയ തോന്നുന്നില്ലേ? अनेक प्रकार के विनाशी सुख शांति में विचलित हुई आत्माएं जो बाप को और अपने आप को भूल चुकी है, ऐसी भूली हुई आत्माओं पर कल्याण की भावना द्वारा उन्हें भी यथार्थ मंजिल बताकर अविनाशी प्राप्ति की अंजलि देने का संकल्प उत्पन्न नहीं होता? വീണ്ടും ബാബ ചോദിക്കുകയാണ്, അനേക തരത്തിലുള്ള വിനാശിയായ സുഖത്തിലും ശാന്തിയിലും മുഴുകിയിരിക്കുന്ന ആത്മാക്കൾ, അങ്ങനെയുള്ള ആത്മാക്കൾ, അതായത് അവർ ബാബയെ മറന്നു, സ്വന്തം അച്ഛനെ മറന്നു, സ്വയത്തെ പോലും മറന്നുപോയിരിക്കുന്നു. അങ്ങനെ വിസ്മൃതിയിൽ പെട്ടുപോയ ആത്മാക്കളെ പ്രതി ഈ മംഗള ഭാവനയിൽ കൂടി അവരെയും അവർക്കും യഥാർത്ഥമായ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് അവിനാശി പ്രാപ്തിയുടെ അഞ്ജലി നൽകുന്നതിനുള്ള സങ്കല്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? अब तो समय प्रमाण सप्ताह कोष के बजाय अपने वरदानों द्वारा, अपने सर्व शक्तियों के द्वारा सेकंड का कोर्स बताओ. ബാബ പറയുന്നു, ഇപ്പോഴത്തെ സമയമനുസരിച്ച് സപ്താഹ കോഴ്സിന് പകരം തന്റെ വരദാനങ്ങളിലൂടെ, തന്റെ സർവശക്തികളിലൂടെ സെക്കൻഡിന്റെ കോഴ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കും. തബഹി സർവാത്മാവും ബാബ ചോദിക്കുന്നു, ഇപ്പോഴത്തെ സമയമനുസരിച്ച് സപ്താഹ കോഴ്സിന് പകരം തന്റെ വരദാനങ്ങളിലൂടെ, തന്റെ സർവശക്തികളിലൂടെ സെക്കൻഡിന്റെ കോഴ്സ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ മാത്രമേ സർവാത്മാക്കൾക്കും ആത്മാക്കളുടെ ലോകത്തിലേക്ക് ബാബയോടൊപ്പം പോകുവാൻ സാധിക്കും. അശരീരി ഭവ, നിരാകാരി ഭവ, निरहंकारी और निर्विकारी भव का वरदान वरदाता द्वारा प्राप्त हो चुका है ना? ബാബ ചോദിക്കുന്നു, അശരീരി ഭവ, നിരാകാരി ഭവ, നിരഹങ്കാരി, നിർവികാരി ഭവ എന്നീ വരദാനങ്ങൾ വരദാതാവായ ബാബയിൽ നിന്നും കുട്ടികൾ പ്രാപ്തമാക്കി കഴിഞ്ഞില്ലേ? അബ് ഐസേ വരദാൻ കോ സാകാർ രൂപമേ ലാവൂ. ഇപ്പോൾ ആ വരദാനങ്ങളെല്ലാം കുട്ടികൾ സാകാര രൂപത്തിലേക്ക് കൊണ്ടുവരും. അർത്ഥാത് സ്വയം കോ ജ്ഞാൻ മൂർത്ത്, യാദ് മൂർത്ത് അവർ സാക്ഷാത്കാർ മൂർത്ത് ബനാവോ. അതായത് സ്വയത്തെ ജ്ഞാനമൂർത്തിയും ഓർമ്മയുടെ മൂർത്തിയും സാക്ഷാത്കാര മൂർത്തിയുമാക്കി മാറ്റും. जो भी सामने आए उसे मस्तक द्वारा മസ്തക് മണി ദിഖായി ദേ. ആര് കുട്ടികളുടെ മുന്നിൽ വന്നാലും അവർക്ക് നിങ്ങളുടെ മസ്തകത്തിലൂടെ മസ്തകമണിയെ കാണിച്ചു കൊടുക്കണം. മസ്തകമണി ആയിരിക്കണം കാണപ്പെടേണ്ടത്. നയനം ദ്വാര ജ്വാല ദിഖായി ദേ. കുട്ടികളുടെ കണ്ണുകളിൽ നിന്നും ജ്വാല കാണപ്പെടണം. അവർ മുഖദ്വാര വരദാൻ കെ ബോൾ നികൽത്തെ ഹുയെ ദിഖായി ദേ. കുട്ടികളുടെ നാവിലൂടെ വരദാനത്തിന്റെ വാക്കുകൾ പുറത്തു വരുന്നത് കാണപ്പെടണം. ജैसे अब तक बाप दादा के महावाक्यों को साकार स्वरूप देने के लिए निमित्त बनते आए हो. ഇതുവരെ കുട്ടികൾ ബാപ്ദാദയുടെ മഹാവാക്യങ്ങളെ സാകാര രൂപത്തിൽ കൊടുക്കുന്നതിന് നിമിത്തമാവുകയാണ് ചെയ്തത്. അതായത് ബാബ എന്ത് പറഞ്ഞുവോ അത് കുട്ടികൾ ഇത്രയും കാലം പറഞ്ഞു കൊടുക്കുകയായിരുന്നു എല്ലാവർക്കും.
അത് സ്വരൂപക്കോ സാകാർ ബനാവോ. ഇനി കുട്ടികൾക്ക് വേണ്ടത് ബാബ്ദാദയുടെ സ്വരൂപത്തെ സാകാരത്തിലേക്ക് കൊണ്ടുവരും. വാക്കുകൾ പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് മാത്രമല്ല, സ്വരൂപം, ബാബ്ദാദയുടെ സ്വരൂപമുള്ളതായിട്ട് മാറുക. बाप-दादा बच्चों के स्नेह सहयोग और सेवा पर बार बार संतुष्टता के पुष्प चढ़ा रहे हैं. ബാപ്ദാദ കുട്ടികളുടെ സ്നേഹം, സഹയോഗം, സേവ എന്നിവയിൽ വീണ്ടും വീണ്ടും സന്തുഷ്ടതയുടെ പുഷ്പവർഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേഹനത് പർ ധന്യവാദ് ദേ രഹേ ഹെ. കുട്ടികളുടെ പരിശ്രമം കണ്ടിട്ട് ബാബ കുട്ടികൾക്ക് നന്ദി അറിയിക്കുകയാണ്. സാത് സാത് ഭവിഷ്യ കേ ലിയേ നിമന്ത്രൺ ഭീ ദേത്തെ ഹെ. അതോടൊപ്പം തന്നെ ഭാവിയിലേക്ക് വേണ്ടി ബാബ കുട്ടികളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. വി അബ് ജൽദി ജൽദി തീവ്ര ഗതി സേ ഹോ രഹി ഈശ്വരീയ സേവാ കോ സമ്പന്ന കരു. ബാബ ക്ഷണിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് എത്രയും പെട്ടെന്ന് തീവ്രഗതിയിലൂടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഈശ്വരീയ സേവയെ കുട്ടികൾ സമ്പന്നമാക്കൂ. അർത്ഥാത് സ്വയം കോ ബാപ് സമാൻ ബനാവോ. അതായത് ഈശ്വരീയ സേവയെ സമ്പന്നമാക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വയത്തെ ബാബയ്ക്ക് സമാനമാക്കി മാറ്റൂ എന്നാണ്. നമ്മൾ കരുതും ഈശ്വരീയ സേവയെ സമ്പന്നമാക്കൂ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സർവ്വ ആത്മാക്കൾക്ക് ജ്ഞാനം എത്തിക്കുക എന്നുള്ളതാണെന്ന്. പക്ഷെ ബാബ പറയുന്നത് എന്താണ്? ബാബ പറയുന്നത് ഈശ്വരീയ സേവയെ സമ്പന്നമാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വയത്തെ ബാബയ്ക്ക് സമാനമാക്കി മാറ്റൂ എന്നാണ്. ബാപ്കെ ആഹ്വാൻ കി പസാരി ഹുയി ബാഹോമേ സമാ ജാവൂ അവർ സമാൻ ബൻ ജാവൂ. അപ്പൊ ബാബയുടെ ഈ ആഹ്വാനത്തിന്റെ വിടർത്തിയ കരങ്ങൾക്കുള്ളിലേക്ക് നിങ്ങൾ വന്നണയും, ബാബയ്ക്ക് സമാനമായി മാറും. സ്നേഹ കാ പ്രത്യക്ഷ സ്വരൂപ് ഹേ സമാൻ ബൻ ജാന. ബാബയോടുള്ള സ്നേഹത്തിന്റെ പ്രത്യക്ഷ രൂപം അത് ബാബയ്ക്ക് സമാനമായി മാറുക എന്നാണ്. ആജ് ഹി ബാപ്ദാദാ കെ സാത്ത് ചലേങ്കെ. ബാബ ചോദിക്കുന്നു, ഇന്ന് തന്നെ ബാബയോടൊപ്പം നിങ്ങൾ വരുന്നുണ്ടോ? ജനുവരി 18 ഇന്ന് തന്നെ നിങ്ങൾ ബാബയോടൊപ്പം വരുന്നുണ്ടോ? ഐസെ എവർ റെഡി ഹോ. അങ്ങനെ എവർ റെഡിയാണോ ഇപ്പൊ തന്നെ വരാൻ? യാ രഹി ഹുയി സേവാക്കാ ശുഭ സംബന്ധ ഖീഞ്ചേക. അതോ ഇനി ബാക്കി അവശേഷിച്ചിട്ടുള്ള സേവയെ പ്രതിയുള്ള ആ സേവയുടെ ശുഭ സംബന്ധം, കൂടുതൽ ഇനി സേവ ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ചിന്ത കുട്ടികളെ ആകർഷിക്കുന്നു. സർവകാര്യ സമ്പന്ന കർ ദിയാ ഹേ യാ അഭി രഹാ ഹുവാ ഹേ. ബാബ ഏൽപ്പിച്ച സർവ കാര്യങ്ങളും നിങ്ങൾ പൂർത്തീകരിച്ചോ അതോ ഇനി ബാക്കി എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ? വോ ഫിർ വദൻ സേ കരേങ്കെ. ബാബ ചോദിക്കുന്നു, ഇപ്പോ ബാബയോടൊപ്പം തിരിച്ചു പോയാൽ ബാക്കി സൂക്ഷ്മലോകത്തിൽ ഇരുന്ന് ചെയ്യാം എന്ന് ചിന്തിക്കുന്നുണ്ടോ? एक सेकंड में सर्व संबंध के लिए सेवा भुलाने का पुरुषार्थ करते हो. ഒരു സെക്കൻഡിൽ ബാബയുടെ സർവ സംബന്ധവും അനുഭവിക്കുന്നതിന് വേണ്ടി സേവയെ മറക്കുക. അതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ഒരു സെക്കൻഡിൽ ബാബയുടെ സർവ സംബന്ധങ്ങളും അനുഭവിക്കുക. ഐസെ ഹി അപ്ന നിജി സ്വരൂപ് വരദാനി സ്വരൂപ് സദാ സ്മൃതിമേ രഹ്നാ ചാഹി. അതേപോലെ തന്നെ തന്റെ യഥാർത്ഥ സ്വരൂപം, തന്റെ വരദാനി സ്വരൂപം സദാ സ്മൃതിയിൽ ഉണ്ടായിരിക്കണം. अपवित्रता का और विस्मृति का नाम निशांति न रही. അപവിത്രതയുടെയോ വിസ്മൃതിയുടെയോ പേരോ അടയാളമോ പോലും അവശേഷിക്കരുത്. ഇസ്കോ കഹാ ജാത്താ ഹേ വരദാൻ കാ കോഴ്സ് കർണ. ഇതിനെയാണ് വരദാനത്തിന്റെ കോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത്, കോഴ്സ് നൽകുക എന്ന് പറയുന്നത്. ഐസ കോഴ്സ് കിയാ ഹേ യാ കർണ ഹേ. ഇങ്ങനെയുള്ള കോഴ്സ് കുട്ടികൾ ചെയ്തിട്ടുണ്ടോ അതോ ഇനിയും ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ? ബാബയുടെ ജ്ഞാനത്തിന്റെ കോഴ്സ് എല്ലാവരും കൊടുക്കുന്നുണ്ട്. പക്ഷെ ബാബ പറയണത് സമയത്തിനനുസരിച്ചിട്ട് വരദാനത്തിന്റെ കോഴ്സ് കൂടി നൽകണം.
जैसे आप लोग साप्ताहिक कोर्स समाप्त करने के सिवाय किसी भी आत्मा को क्लास में जाने नहीं देते हो, ऐसे ही ब्राह्मण बच्चे जो यह प्रैक्टिकल कोर्स समाप्त नहीं करते तो जानते हो कि बाप दादा उन्हें कौन से क्लास में जाने नहीं देते. ബാബ ഒരു നല്ല ചോദ്യം ചോദിക്കുകയാണ്. അതായത് നിങ്ങൾ കുട്ടികൾ സപ്താഹ കോഴ്സ് 7 ദിവസത്തെ കോഴ്സ് കഴിയാത്ത ഒരാത്മാവിനെ മുരളി ക്ലാസ്സിൽ ഇരുത്തുകയില്ല. ഇതേപോലെ തന്നെ ബാബ ബ്രാഹ്മണ കുട്ടികളോട് ചോദിക്കുകയാണ്, ഇതേപോലെ തന്നെ ബ്രാഹ്മണ കുട്ടികൾ ഈ പ്രാക്ടിക്കൽ കോഴ്സ് പൂർത്തിയാക്കാതെ, അതായത് ബാബ പറഞ്ഞല്ലോ വരദാനത്തിന്റെ കോഴ്സ്, അപ്പൊ വരദാനത്തിന്റെ ഈ പ്രാക്ടിക്കൽ കോഴ്സ് 7 ദിവസത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ അത് തിയറിയാണ്, നമ്മൾ ജ്ഞാനം കൊടുക്കുകയാണ്. പക്ഷെ വരദാനത്തിന്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രായോഗിക തലത്തിലുള്ള അനുഭവമാണ്. അപ്പൊ ജ്ഞാനം മാത്രം കൊടുത്താൽ പോരാ, അനുഭവങ്ങൾ കൂടി കൊടുക്കാൻ കുട്ടികൾ തയ്യാറാകണം എന്നുള്ളതാണ് ബാബ പറയുന്നത്. അപ്പോ സപ്താഹ കോഴ്സ് പൂർത്തിയാക്കാത്ത ഒരാത്മാവിനെ മുരളി ക്ലാസ്സിൽ ഇരുത്താത്തത് പോലെ ബ്രാഹ്മണ കുട്ടികൾ ഈ വരദാനത്തിന്റെ പ്രാക്ടിക്കൽ കോഴ്സ് പൂർത്തിയാക്കാതെ, ബാബ ചോദിക്കുന്നു, കുട്ടികൾക്കറിയാമോ ആ കുട്ടികളെ, അതായത് വരദാനത്തിന്റെ കോഴ്സ് പ്രാക്ടിക്കൽ കോഴ്സ് പൂർത്തിയാക്കാത്ത കുട്ടികളെ ഏത് ക്ലാസ്സിലേക്ക് പോകുവാൻ ബാപ്ദാദ അനുവദിക്കില്ല എന്ന് കുട്ടികൾക്കറിയാമോ? വരദാനത്തിന്റെ പ്രാക്ടിക്കൽ കോഴ്സ്, അതായത് മുന്നിൽ വരുന്ന സർവാത്മാക്കൾക്കും വരദാനം കൊടുക്കുവാനുള്ള ആ തലത്തിലേക്ക് ഉയരുന്ന ആ അവസ്ഥ ഇല്ലാത്ത കുട്ടികളെ ഏത് ക്ലാസ്സിൽ പോകുവാൻ ബാപ്ദാദ അനുവദിക്കില്ല എന്ന് കുട്ടികൾക്കറിയാമോ? ബാബ പറയുകയാണ്, വേ ഫസ്റ്റ് ക്ലാസ് മേ ദാഖിൽ നഹീ ഹോ സക്തേ. അത്തരം കുട്ടികൾക്ക്, വരദാനത്തിന്റെ പ്രാക്ടിക്കൽ കോഴ്സ് ചെയ്യാത്ത കുട്ടികൾക്ക്, പൂർത്തിയാക്കാത്ത കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. ഫസ്റ്റ് ക്ലാസ് കോൺസാ ഹേ? ഇനി ബാബ ചോദിക്കുന്നു, ഈ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ക്ലാസ് അത്? ജബ് आप लोग उन्हों को क्लास में जाने नहीं देते तो ड्रामा भी फर्स्ट क्लास में जाने का अधिकारी नहीं बना सकता. ബാബ പറയുന്നു, മറ്റു ആത്മാക്കളെ 7 ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കാതെ മുരളി ക്ലാസ്സിൽ പോകാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഡ്രാമയും ഈ ബ്രാഹ്മണ കുട്ടികളെ ഫസ്റ്റ് ക്ലാസ്സിൽ പോകുവാൻ അനുവദിക്കില്ല. അതായത് വരദാനത്തിന്റെ കോഴ്സ് പൂർത്തിയാക്കാത്ത കുട്ടികളെ ഫസ്റ്റ് ക്ലാസ്സിൽ പോകുന്നതിനുള്ള അധികാരിയാക്കി മാറ്റത്തില്ല. ഡ്രാമ മാറ്റത്തില്ല. फर्स्ट क्लास में जाने के लिए यह 2 मुख्य वरदान प्रैक्टिकल रूप में चाहिए. ഫസ്റ്റ് ക്ലാസ്സിൽ പോകുന്നതിന് മുഖ്യമായ ഈ 2 വരദാനങ്ങൾ പ്രാക്ടിക്കൽ രൂപത്തിൽ ആവശ്യമുണ്ട്. വിസ്മൃതി വ അപവിത്രത ക്യാ ഹോത്തി ഹി? ഈ വിസ്മൃതി എന്ന് പറയുന്നതും അപവിത്രത എന്ന് പറയുന്നതും എന്താണ്? ഇസ്കി അവിദ്യ ഹോ ജായേ. ബാബ പറയണോ, വിസ്മൃതി എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥ, അപവിത്രത എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥ, ആ ഒരു സ്റ്റേജിലേക്ക് വരണം കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഫസ്റ്റ് ക്ലാസ്സിൽ പോകുവാൻ സാധിക്കുള്ളൂ. തും സംഗം പർ ഉപസ്ഥിത് ഹോന? ബാബ ചോദിക്കുന്നു, നിങ്ങൾ സംഗമത്തിലല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്? तो ऐसे अनुभव हो कि यह संस्कार व स्वरूप मेरा नहीं है बल्कि मेरे पूर्व जन्म का था, अब नहीं है. ബാബ ചോദിക്കുകയാണ്, ഈ വിസ്മൃതിയുടെ സംസ്കാരം, അതായത് തന്റെ വാസ്തവികതകളെ മറക്കുന്ന സംസ്കാരം, അപവിത്രതയുടെ സംസ്കാരം. ബാബ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവമുണ്ടോ? ഈ സംസ്കാരം അല്ലെങ്കിൽ ഈ സ്വരൂപം എന്റേതല്ല. അതായത് ഈ വിസ്മൃതിയുടെ സംസ്കാരവും ഈ അപവിത്രതയുടെ സംസ്കാരവും എന്റേതല്ല, മറിച്ച് എന്റെ പൂർവജന്മത്തിലേതായിരുന്നു എന്ന് കുട്ടികൾക്ക് അനുഭവമുണ്ടോ?
അഭിനഹിഷി, ഇപ്പൊ എനിക്ക് ആ സംസ്കാരമില്ല. വിസ്മൃതിയുടെ സംസ്കാരവുമില്ല, അപവിത്രതയുടെ സംസ്കാരവുമില്ല. അങ്ങനെയുള്ള അനുഭവം കുട്ടികൾക്കുണ്ടോ? मैं ब्राह्मण हूँ, ഞാൻ ബ്രാഹ്മണനാണ്. और ये तो शूद्रों के संस्कार व स्वरूप ही. പക്ഷെ ഈ വിസ്മൃതിയുടെ സ്വഭാവവും സംസ്കാരവും അപവിത്രതയുടെ സംസ്കാരവും ഒക്കെ ശൂദ്രന്റെ സംസ്കാരമാണ്. ഞാൻ പക്ഷെ ബ്രാഹ്മണാത്മാവാണ്. ഐസെ അപ്നെ സെ ഭിന്ന അർത്ഥാത് ദൂസരെ കെ സംസ്കാർ ഹേ. അങ്ങനെ, അതായത് അതെന്റെ സംസ്കാരമല്ല, ഞാൻ ബ്രാഹ്മണാത്മാവാണ്. എന്റെ സംസ്കാരം സ്മൃതിയുടെ സംസ്കാരമാണ്, വാസ്തവികതയെ ഓർമ്മിക്കുന്ന സംസ്കാരമാണ്, പവിത്രതയുടെ സംസ്കാരമാണ് ബ്രാഹ്മണന്റെ സംസ്കാരം. ബാക്കി അപവിത്രതയുടെ സംസ്കാരവും വിസ്മൃതിയുടെ സംസ്കാരവും ശൂദ്രന്റെ സംസ്കാരമാണ്. അതായത് എന്റേതല്ല, എന്റെ പൂർവ്വജന്മത്തിലേതാണ്, എന്നിൽ നിന്നും വേറിട്ടതാണത്. അത് മറ്റൊരാളുടെ സംസ്കാരമാണ്. ഐസ അനുഭവ ഹോന ഇസ്കോ കഹാ ജാതാ ഹേ ന്യാര ഔർ പ്യാര. അപ്പോ ന്യാര പ്യാര എന്നതിന്റെ കറക്റ്റ് മീനിങ് ബാബ പറയുകയാണ്. എന്ന് വെച്ചാൽ വേറിടുക. എന്തിൽ നിന്നാണ് വേറിടേണ്ടത്? അതേപോലെ പ്രിയപ്പെട്ടവരാകുക. അപ്പോ വേറിടുക, അനാസക്തരാകുക, അല്ലെങ്കിൽ നിർമോഹിയാകുക, ഡിറ്റാച്ച്ഡ് ആകുക. അതേപോലെ തന്നെ ഡിറ്റാച്ച്ഡ് ആയാൽ തീർച്ചയായിട്ടും ബാബയ്ക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറാൻ പറ്റും. ബാബയ്ക്ക് പ്രിയപ്പെട്ടതാവുമ്പോൾ ലോകത്തിനും പ്രിയപ്പെട്ടതായിട്ട് മാറാൻ പറ്റും. പക്ഷെ എന്തിൽ നിന്നാണ് ഡിറ്റാച്ച്ഡ് ആകേണ്ടത്? എന്തിൽ നിന്നാണ് നമ്മൾ മുക്തരാകേണ്ടത്? അതാണ് ന്യാര. പക്ഷെ അത് എന്തിൽ നിന്നാണെന്ന് ബാബ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. വിസ്മൃതിയിൽ നിന്നും, അപവിത്രതയിൽ നിന്നും. പലരും ചെയ്യാറുണ്ടല്ലോ, ന്യാര ആകുക, വേറിടുക എന്ന് പറഞ്ഞാൽ ബന്ധുക്കളിൽ നിന്നും, ലോകത്തിൽ നിന്നും, കുടുംബത്തിലെ കാര്യങ്ങളിൽ നിന്നും ചിലരൊക്കെ അങ്ങനെയൊക്കെ വിട്ടു നിൽക്കാറുണ്ട്, ഇടപെടാതെ നിൽക്കാറുണ്ട്. ആരെയും സഹായിക്കാൻ പോകുന്നില്ല. ബാബ പറഞ്ഞിട്ടുണ്ട് എല്ലാവരിൽ നിന്നും വേറിടണം, അതുകൊണ്ട് വേറിട്ട് നിൽക്കണം. പക്ഷെ ബാബ പറഞ്ഞത് എന്തിൽ നിന്നും വേറിടണം എന്നാണ്? കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നോ നമ്മുടെ ബന്ധങ്ങളിൽ നിന്നോ അങ്ങനെയൊന്നും വേറിടാനല്ല ബാബ പറയണത്. കുട്ടികളുടെ വിസ്മൃതിയുടെ സംസ്കാരത്തിൽ നിന്നും, ശൂദ്രന്റെ സംസ്കാരമാ, സ്വന്തം വാസ്തവിക സ്വരൂപത്തെ ഓർമ്മിച്ചുകൊണ്ട്, സ്വന്തം ഉത്തരവാദിത്തങ്ങളെ ഓർമ്മിച്ചുകൊണ്ട്, സ്വന്തം ഗുണങ്ങളെയും ശക്തികളെയും ഓർമ്മിച്ചുകൊണ്ട്, തന്റെ ധാമത്തെ ഓർമ്മിച്ചുകൊണ്ട്, തന്റെ അച്ഛനെ ഓർമ്മിച്ചുകൊണ്ട് ഏത് കാര്യത്തിലും നമുക്ക് ഇടപെടാം. ബാബ പറയുന്നത് വേറിടുക എന്ന് പറഞ്ഞാൽ വിസ്മൃതിയുടെ സംസ്കാരത്തിൽ നിന്നും അപവിത്രതയുടെ സംസ്കാരത്തിൽ നിന്നും വേറിടുക. जैसे देह और देही दोनों अलग अलग दो वस्तुएं हैं. ഓ ദേഹം, ദേഹി രണ്ടും വെവ്വേറെയാണ്, രണ്ട് വസ്തുക്കളാണ്. ലേക്കിൻ അജ്ഞാൻ വശ് ദോനോ കോ മിലാ ദിയാ ഗയാ ഹെ. പക്ഷെ നമ്മുടെ അജ്ഞാനം കാരണം നമ്മൾ എന്ത് ചെയ്തു? ദേഹവും ദേഹിയും ഒന്നാണെന്ന് പറഞ്ഞു. മേരേക്കോ മേം സമജ് ലിയാ ഗയാ ഹെ. നമ്മുടെ അജ്ഞാനം കാരണം എന്റേതായിട്ട് എന്തെല്ലാം ഉണ്ടോ, എന്റേതായിട്ടുള്ളത് എന്താണോ അതിനെ ഞാനെന്ന് പറഞ്ഞു. ദേഹം എന്റേതാണ്. പക്ഷെ നമ്മുടെ അജ്ഞാനത്തിന് വശപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തു? ദേഹമാണ് ഞാൻ എന്ന് മനസ്സിലാക്കി. और इस गलती के कारण इतनी परेशानी, दुख तथा अशांति प्राप्त की है. ഈ ഒരൊറ്റ തെറ്റ് കാരണം, എന്റേതായിട്ടുള്ളതിനെ ഞാനെന്ന് ചിന്തിച്ചത് കാരണം ബാബ പറയണേ ഇത്രയും പരവശരായി പോയി കുട്ടികൾ, ഇത്രയും ദുഃഖികളായി, ഇത്രയും അശാന്തരായി മാറി. ऐसे ही यह अपवित्रता और विस्मृति के संस्कार जो मेरे अर्थात ब्राह्मणपन के नहीं है, शूद्रपन के है, इनको भी मेरे समझने से माया के वश हो जाते हैं. ബാബ പറയാണ്, ഇപ്പോ ദേഹം എന്ന് പറയുന്നത് എന്റേത്, എന്റെ ദേഹത്തെ ഞാനെന്ന് മനസ്സിലാക്കി ഇത്രയും ദുഃഖവും അശാന്തിയും പ്രാപ്തമാക്കിയതുപോലെ കുട്ടികൾ ഈ വിസ്മൃതിയുടെയും അപവിത്രതയുടെയും സംസ്കാരത്തെ, അത് വാസ്തവത്തിൽ എന്റേതല്ല, ശൂദ്രന്റേതാണ്. ഞാനിപ്പോൾ ബ്രാഹ്മണാത്മാവാണ്, ശൂദ്രന്റെ സംസ്കാരമാണത്. പക്ഷെ കുട്ടികൾ ഞാൻ ബ്രാഹ്മണാത്മാവാണ് എന്ന് ആ സ്മൃതി മറക്കുന്നത് കൊണ്ട് വീണ്ടും ആ ശൂദ്രന്റെ സംസ്കാരത്തെ കൂടെ കൊണ്ട് നടക്കുന്നു.
അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? മായയ്ക്ക് വശപ്പെട്ടു പോകുന്നു. और फिर परेशान अर्थात ब्राह्मण पन की शान से परे हो जाते हैं. അങ്ങനെ കുട്ടികൾ മായയ്ക്ക് വശപ്പെട്ട് പരവശരാകുന്നു. പരേശാൻ, അതായത് ഷാൻ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ അന്തസ്, പ്രൗഢി. അപ്പോ ബ്രാഹ്മണന്റെ അന്തസ്സിൽ ജീവിക്കുന്നതിന് പകരം, ഞാൻ ബ്രാഹ്മണാത്മാവാണെന്നുള്ള പ്രൗഢിയോടെ ജീവിക്കുന്നതിന് പകരം അതിനെല്ലാം ഉപരിയായിട്ട്, അതായത് പരവശരായിട്ട് പോകുന്നു. അതിൽ നിന്നെല്ലാം അകന്നു പോകുന്നു. അന്തസ്സിൽ നിന്നും പ്രൗഢിയിൽ നിന്നെല്ലാം അകന്നു പോകുന്നു. एक छोटी सी भूल चेक करो कि यह मेरा संस्कार तो नहीं, ये मेरा स्वरूप तो नहीं. ഈ ചെറിയൊരു തെറ്റിനെ നിങ്ങൾ ചെക്ക് ചെയ്യൂ. അപവിത്രതയുടെയും വിസ്മൃതിയുടെയും സംസ്കാരം എന്റെ സംസ്കാരമല്ല, അതെന്റെ സ്വരൂപവുമല്ല. സമച്ച കുട്ടികൾക്ക് മനസ്സിലായോ? तो इस वरदान पवित्र भवा और योगी भवा को പ്രാക്ടിക്കൽ സ്വരൂപമേ ലാവും. അതുകൊണ്ട് ഈ വരദാനത്തെ, അതായത് പവിത്ര ഭവ, യോഗി ഭവ, ഈ വരദാനത്തെ ബാബ പറയുന്നു പ്രാക്ടിക്കൽ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരൂ. തബ് ഹി ബാപ് സമാൻ ഔർ ബാപ് കെ സമീപ് ജാനെ കെ അധികാരി ബൻ സക്തേ ഹോ. പവിത്ര ഭവ, യോഗി ഭവ എന്ന വരദാനത്തെ പ്രായോഗിക തലത്തിൽ സ്വരൂപത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ ബാബയ്ക്ക് സമാനവും അതേപോലെ ബാബയ്ക്ക് സമീപത്ത് പോകുന്നതിനുള്ള അധികാരിയായിട്ട് മാറാൻ സാധിക്കൂ. आज कल्प पहले वाले बहुत काल से बिछुड़े हुए बाप की याद में तड़पने वाले व अव्यक्त मिलन मनाने के शुभ संकल्प में रमण करने वाले. അപ്പൊ പറയാണ്, ഇന്ന് കൽപ്പം മുമ്പത്തെ കുട്ടികൾ, അതായത് വളരെ കാലമായിട്ട് അകന്നിരുന്ന കുട്ടികൾ ബാബയുടെ ഓർമ്മയിൽ ഇങ്ങനെ വ്യാകുലപ്പെട്ട് ബാബയെ കാണുന്നതിന് വേണ്ടി അവ്യക്ത മിലനം ആഘോഷിക്കുന്നതിനുള്ള ശുഭസങ്കല്പത്തിൽ ഇരുന്ന കുട്ടികൾ തന്റെ अपनी स्नेह की डोर से बाप दादा को भी बांधने वाले, തന്റെ സ്നേഹത്തിന്റെ ചരട് കൊണ്ട് ബാപ്ദാദയെ പോലും ബന്ധിക്കുന്ന, അവ്യക്ത കോ ഭി ആപ് സമാൻ വ്യക്തമേ ലാനെ വാലെ, അവ്യക്തമായിരിക്കുന്ന ബാബയെ പോലും തനിക്ക് സമാനം വ്യക്തത്തിലേക്ക് കൊണ്ടുവരുന്ന നയേ നയേ ബच्चे व साकारी देश में दूरदेशी बच्चे जो है उन्हों के प्रति विशेष मिलने के लिए बाप दादा को भी आना पड़ा है. അങ്ങനെയുള്ള പുതിയ പുതിയ കുട്ടികൾ, അതായത് സാകാരി ദേശത്തിൽ ദൂരദർശികളായിട്ടുള്ള കുട്ടികൾ ആരെല്ലാമാണോ അവർക്ക് വേണ്ടിയിട്ട്, വിശേഷിച്ചും അവരെ കാണുന്നതിന് വേണ്ടി ബാപ്ദാദയ്ക്ക് വരേണ്ടി വരികയാണ്. तो ശക്തിശാലി കോൺ ഹുയി. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ കാണാൻ വേണ്ടി ബാബയ്ക്ക് പോലും വരേണ്ടി വരികയാണ്. അപ്പോ ശക്തിശാലി ഇതിൽ ആരാണ്? ബാന്ധിനെ വാലയ ബന്ധനെ വാലെ, ബന്ധിക്കുന്നവരാണോ ശക്തിശാലി, അതോ ബന്ധനത്തിൽ പെട്ടുപോകുന്നവരാണോ ശക്തിശാലി? ബാബ कहते വാവ് ബച്ചേ വാഹ്. ബാബ കുട്ടികളെ കുറിച്ച് അഭിമാനിക്കുകയാണ്. ആഹാ കുട്ടികളെ, ആഹാ. സബാഷ് ബച്ചേ, ബാബ അഭിനന്ദിക്കുകയാണ് കുട്ടികളെ. സബാഷ് ബച്ചേ. नयों के प्रति विशेष बाप दादा का स्नेह है क्योंकि निश्चय की सदा विजय है. പുതിയ കുട്ടികളെ പ്രതി ബാബയ്ക്ക് വളരെ സ്നേഹമാണ്. കാരണം നിശ്ചയത്തിന്റെ റിസൾട്ട് വിജയമാണ്. विशेष स्नेह का कारण ये है कि नए बच्चे सदा अव्यक्त मिलन मनाने की मेहनत में रहते. അപ്പൊ ബാബയ്ക്ക് വിശേഷിച്ചും കുട്ടികളോടുള്ള സ്നേഹം ഉണ്ടാകാൻ കാരണം ഇതാണ്. പുതിയ കുട്ടികൾ സദാ അവ്യക്ത മിലനം ആഘോഷിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവ്യക്ത രൂപ ദ്വാര व्यक्त रूप से किए हुए चरित्रों का अनुभव करने के सदा शुभ आशा के दीप जगाए हुए रहते हैं. അതായത് ബാബയെ സാകാരത്തിൽ കണ്ടിട്ടില്ല, അവ്യക്ത പാലന മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അപ്പോ അവ്യക്ത രൂപത്തിലൂടെ വ്യക്തരൂപത്തിൽ
ഉണ്ടായ ആ അനുഭവങ്ങളെ, ബ്രഹ്മബാബ സാകാരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത ഓരോ കർമ്മങ്ങളുടെയും ചരിത്രങ്ങളെ, അതിനെ അനുഭവിക്കുന്നതിനുള്ള ശുഭ ആശയുടെ ദീപങ്ങൾ കൊളുത്തിയിട്ടിരിക്കുകയാണ് പുതിയ കുട്ടികൾ. സാകാര പാലന ലഭിച്ചിട്ടില്ലാത്ത കുട്ടികൾ സാകാരത്തിൽ ബ്രഹ്മബാബ എന്തെല്ലാം ചെയ്തുവോ അതിനെയെല്ലാം അവ്യക്തത്തിൽ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ശുഭ ആഗ്രഹത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് പുതിയ കുട്ടികളോട് ബാബയ്ക്ക് അത്ര സ്നേഹമുണ്ടാകുന്നത്. ऐसी मेहनत करने वालों को फल देने के लिए बाप दादा को भी विशेष याद सदा ही रहती है. അപ്പൊ അങ്ങനെ ബ്രഹ്മബാബയെ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിൽ പോലും ബ്രഹ്മബാബയ്ക്ക് സമാനമാകണം, ബ്രഹ്മബാബയുടെ ജീവിത കഥയെല്ലാം കേട്ട് ബ്രഹ്മബാബയ്ക്ക് സമാനമാകണം എന്ന് ചിന്തിച്ച് അവ്യക്ത സ്ഥിതി കൊണ്ടുവരുവാൻ പരിശ്രമിക്കുന്ന കുട്ടികളെ കണ്ടിട്ട് കുട്ടികൾക്ക് ഫലം കൊടുക്കുന്നതിന് വേണ്ടി ബാപ്ദാദയ്ക്കും ആ കുട്ടികളെ കുറിച്ചിട്ടുള്ള ഓർമ്മ സ്വാഭാവികമായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. इसलिए बाप दादा आपकी याद आज की गुड मॉर्निंग व नमस्ते पहले विशेष चारों ओर के नए नए बच्चों को दे रहे हैं. അതുകൊണ്ട് ഇന്ന് ആ ബാപ് ദാദ കുട്ടികളുടെ ഈ ഓർമ്മ കാരണം പുതിയ പുതിയ കുട്ടികൾ അവ്യക്ത സ്ഥിതിയിലേക്ക് വരുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നത് കണ്ട് ആ കുട്ടികളെ കുറിച്ചിട്ടുള്ള ഓർമ്മ കാരണം ബാബ ഇന്നത്തെ ഗുഡ് മോർണിംഗ് അതുപോലെ നമസ്തേ ആദ്യം ബാബ കൊടുക്കുന്നത് ഈ കുട്ടികൾക്കാണ്. അതായത് ഈ അവ്യക്ത സ്ഥിതിയിലേക്ക് വരുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കുട്ടികൾക്ക് ബാബ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സാത്തുമേ സബ് ബच्चे तो है ही, ഒപ്പം ബാക്കി എല്ലാ കുട്ടികളും ഉണ്ട്. പക്ഷെ എന്നാലും ആദ്യം കൊടുക്കുന്നത് അവ്യക്ത സ്ഥിതിയിലേക്ക് വരുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കുട്ടികൾക്കാണ്, സാകാര പാലന എടുത്തിട്ടില്ലാത്ത കുട്ടികൾക്കാണ്. അവ്യക്ത രൂപമേ അവ്യക്ത മുലാഖാത്തോ സദാ കാൽ കീശേ. ഓ ബാബ പറയണോ, ഇപ്പം സാകാരത്തിൽ അവ്യക്ത ബാപ്ദാദ സാകാരത്തിൽ എന്നും വരുന്നില്ല, പക്ഷേ അവ്യക്ത ബാപ്ദാദയെ അവ്യക്ത രൂപത്തിൽ എന്നും കാണാൻ പറ്റും, എപ്പോഴും കാണാൻ പറ്റും. അവ്യക്ത ബാപ്ദാദയെ എപ്പോഴും കാണണമെങ്കിൽ, എപ്പോഴും മിലനം ചെയ്യണമെങ്കിൽ കുട്ടികൾ അവ്യക്ത സ്ഥിതിയിലേക്ക് വന്നാൽ മാത്രം മതി. ഐസേ വരദാദാ ബച്ചോങ്കോ യാദ് പ്യാർ ഔർ നമസ്തേ. ഇങ്ങനെയുള്ള വരദാതാക്കളായിട്ടുള്ള കുട്ടികൾക്ക് ബാപ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്കാരവും. അതാണ് ബാബയുടെ മഹാവാക്യം.